പുറത്തു വന്ന ശബ്ദരേഖകൾ, ഇനി വരാൻ പോകുന്ന ശബ്ദരേഖകൾ, അതിൻ്റെ ആഴവും പരപ്പും ബോധ്യപ്പെട്ട വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പരിചയം വെച്ചുകൊണ്ട് ഇന്നും വന്ന് പറയുന്നു വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാവും. രാജിസൂചനയാണ് നൽകിയത്. തൊട്ടു പിന്നാലെ അത് നിഷേധിച്ചുകൊണ്ട് പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ ഈ ഷാഫി പറമ്പിൽ വന്ന് പറയുന്ന വാചകം CPM-ൽ ഒരു MLA രാജിവെച്ചിട്ടില്ലല്ലോ എന്നുള്ള പ്രതിരോധം തീർക്കുകയാണ്. ഷാഫി പറമ്പിൽ, നിങ്ങൾ എന്ത് മണ്ടത്തരമാണ് ഈ പറഞ്ഞത്? നമ്മൾ ഈ നിയമസഭയിലെ തന്നെ കണക്കൊന്ന് എടുത്തു നോക്കിയാൽ 3 MLA-മാരല്ലേ നിലവിൽ ആരോപണ വിധേയരായിട്ടുള്ളത്? 2 MLA-മാർ ഏതു ഭാഗത്ത് നിൽക്കുന്നതാണ്? നിങ്ങളുടെ സഹപ്രവർത്തകരായ ആൾക്കാരല്ലേ? അതിലൊന്ന് എൽദോസ് കുന്നപ്പള്ളിയല്ലേ? അയാൾ ബലാത്സംഗ കേസിൽ ഇപ്പോൾ ജാമ്യത്തിലല്ലേ? മറ്റൊരാൾ വിൻസെൻ്റ് MLA അല്ലേ? ഇനി നമുക്കൊക്കെ അറിയാവുന്ന വളരെ മാന്യനായ MLA ആണ്. അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം വന്നില്ലേ? അദ്ദേഹം ജയിലിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായില്ലേ? മൂന്നാമത്തെ ഒരാളല്ലേ മുകേഷ് MLA? ഇപ്പോൾ നിലവിൽ 2-1 സ്കോർ നില. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടി അങ്ങോട്ട് കണക്ക് വെച്ചാൽ 3-1 എന്ന സ്കോർ നിലയിലേക്ക് മാറില്ലേ? നിങ്ങൾ പാർട്ടിയെ ഒറ്റിക്കൊടുക്കുകയാണോ എന്ന് ചോദിക്കുന്നത് ഈ ഘട്ടത്തിലാണ്. നിങ്ങൾ പാർട്ടിയെ വീണ്ടും വീണ്ടും പ്രതിരോധത്തിലാക്കുകയാണ് ഷാഫി ആൻഡ് ടീം. അതുകൊണ്ട് ആദ്യത്തെ എൻ്റെ സബ്മിഷൻ എന്ന് പറയുന്നത്, ഇതിൽ ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധിക്കുന്നത് എന്തുകൊണ്ട്? ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിൽ ടീം ഒരു വലിയ ദുരൂഹതയായി തുടരുന്നു എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്.